ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് MCA ഫോർ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന കോഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 2025 ഡിസംബർ മാസത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കാണാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുക. നമ്പർ ഓഫ് പേജസ് 8 എന്നുണ്ട്, 8 പേജ് ഉണ്ട്. അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇതിലെ 4 പേജസ് എന്തായിരിക്കും, ഹിന്ദി പാർട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കണ്ട ഹിന്ദി, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ മതി. അത് 4 പേജസാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്താ പറയുക, MCO നമ്മളെ കോഴ്സിൻ്റെ കോഡ് ഇവിടെയുണ്ട്, ഏത് എക്സാമാണ്, പേര്, അതെല്ലാം ഉണ്ട്. 3 മണിക്കൂറാണ് പരീക്ഷയുള്ളത്. അതുപോലെ തന്നെ 100 മാർക്കിനാണ് നമുക്ക് പരീക്ഷ എഴുതാനുള്ളത്. ഇതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഈ 100 മാർക്ക് എങ്ങനെയാണ് വിതരണം ചെയ്തിരിക്കുന്നത്, എത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ നിർബന്ധമായിട്ട് എഴുതേണ്ടുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നോക്കുക, അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 5 എഴുതിയാൽ മതി. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്. എല്ലാ 5 ക്വസ്റ്റ്യൻസിനും എന്താണ്, ഈക്വൽ മാർക്കാണ്. അപ്പോൾ ഒരു ചോദ്യത്തിന് 20 മാർക്കിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ മൊത്തത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് എന്നുള്ളത്. ഏകദേശം 8-9 ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ആ 9 എണ്ണത്തിൽ നിന്ന് 5 എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ചിലപ്പോൾ ഒരു ചോദ്യത്തിനകത്ത് തന്നെ 2 പാർട്ടൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ അകത്ത് 4 ഓപ്ഷൻസ്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മളെപ്പോഴും ചോദ്യത്തിൻ്റെ ഈ നമ്പറാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള 5 ചോദ്യ നമ്പറുകൾ നമ്മൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ. എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ഗീവ് റെലവൻറ്റ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതായത് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്താണ് എന്നുള്ളതും അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതിന് എന്താണ് കൃത്യമായിട്ടുള്ള എക്സാമ്പിളുകളും തരാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ടോട്ടൽ സറൗണ്ടിങ് കംപ്രൈസിങ് സോഷ്യൽ വാല്യൂസ്, കസ്റ്റംസ്, ബിലീഫ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, സോഷ്യൽ വാല്യൂസ് ഉണ്ടാവും. നമ്മൾ സമൂഹത്തിൽ എന്ത് ചെയ്യുക, എൽഡേഴ്സിനെ കാണുമ്പോൾ ബഹുമാനിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ കസ്റ്റംസ് ഉണ്ടാവും, ആചാരങ്ങളുണ്ടാവും, ബിലീഫ്സ്, വിശ്വാസങ്ങളുണ്ടാവും, ആറ്റിറ്റ്യൂഡുകളുണ്ടാവും, മനോഭാവങ്ങളുണ്ടാവും, ചില എന്താണ് ഹാബിറ്റുകളുണ്ടാവും. നമ്മളിപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർ, സിനിമ കാണാത്ത ആൾക്കാർ, ചെസ്സ് കളിക്കുന്ന ആൾക്കാർ, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ, ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ഹാബിറ്റുകളും എന്താണ് ഹോബീസും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ലാംഗ്വേജസ് പ്രധാനപ്പെട്ടതാണ്. ഓരോ പ്രദേശത്തിനും അതിനവരുടേതായ ലാംഗ്വേജസും അതുപോലെ തന്നെ അവരുടെ എന്തുണ്ടാവും, അവരുടെ ഭാഷാ വകഭേദങ്ങളും ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ എന്താണ് മലയാളം സംസാരിക്കുമ്പോൾ ആ മലയാളം തെക്കൻ കേരളത്തിൽ വേറെ പോലെയായിരിക്കും, വടക്കൻ കേരളത്തിൽ വേറെ പോലെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രാദേശികമായിട്ടുള്ള വേരിയേഷൻസും ഉണ്ടാകും. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പഴയ എക്സാമ്പിളാണ്. ഏറെക്കുറെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കേരള പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലാണ് ഉള്ളത്. ആൻഡ് റിലീജിയസ് ഫെസ്റ്റിവൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെയുണ്ട്, ദീപാവലി ഉണ്ട്, ഈദ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് റിലീജിയന് എന്താണ് റിലീജിയൻ അപ്പുറം നിൽക്കുന്ന ചില ആഘോഷങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓണം എന്നൊക്കെ പറയുന്ന അങ്ങനെ കേരളത്തിലെ എല്ലാ ആൾക്കാരും ആഘോഷിക്കുന്ന ഓണമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചേഞ്ചിങ് റോൾ ഓഫ് വിമൺ ഉണ്ട്. അതായത് പണ്ട് അടുക്കളയിൽ മാത്രം ഉണ്ടായിരുന്ന വിമൺ അരങ്ങത്തേക്ക് കൂടി എന്താണ് പുറത്തേക്ക് കൂടി ബിസിനസ്സിലേക്ക്, നാട്ടിലേക്ക് എല്ലാം ഇറങ്ങുന്ന രീതിയുണ്ട്. പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെയുണ്ട്. ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു. കേരളത്തിൽ തന്നെ തെക്കൻ കേരളം, വടക്കൻ കേരളം, അങ്ങനെയുള്ളത്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ സദേൺ കേരള, നോർത്തേൺ കേരള, ഈസ്റ്റ്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം വരുന്നത്, ഡിസ്കസ് ദ റോൾ ഓഫ് ലേബർ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ഗീവ് വേരിയസ് ലോസ് വിത്ത് ദർ റെലവൻസ് എന്നുള്ളതാണ്. അതായത് തൊഴിലാളി നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ തൊഴിലാളി നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്, തൊഴിലാളി നിയമത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവരുടെ സേഫ്റ്റി, അതുപോലെ തന്നെ അവരുടെ വെൽഫെയർ, അതുപോലെ തന്നെ അവർക്ക് ഫെയർ വേജ് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതായത് മിനിമം ഒരു ജോലിക്ക് ഇത്രയായിരിക്കണം വേജ് പോലെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ് ഉണ്ട്. അതായത് എപ്പോഴും തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ള മാർഗ്ഗം ഈ പറയുന്ന ലെജിസ്ലേഷനിലൂടെയാണ് ഉണ്ടാവുക. സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവും തൊഴിലാളികൾക്ക്, അതുപോലെ ഇൻഷുറൻസ്, ബെനിഫിറ്റ്, പ്രോവിഡൻറ്റ് ഫണ്ട് പോലെയുള്ള സാധനങ്ങൾ. ഇതിൻ്റെ ഒരു റെലവൻസ്, ഇറ്റ് എൻഷുവേഴ്സ് വർക്കേഴ്സ് റൈറ്റ്സ്, പ്രിവെൻറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ, പ്രൊമോട്ട്സ് ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് മെയിൻറ്റെയിൻസ് ഫെയർ വർക്കിംഗ് കണ്ടീഷൻ. അതായത് തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ കൃത്യമായി സുരക്ഷിതമായ സ്ഥലത്ത് ചെയ്യാനും അവരുടെ തൊഴിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് എടുത്ത തൊഴിലിന് വേതനം കിട്ടാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ എന്നുള്ളത് നോക്കി നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്തരത്തിലുള്ളൊരു നിയമം
1948 വന്ന ഫാക്ടറീസ് ആക്റ്റാണ്. വർക്ക് പ്ലേസിൻ്റെ സേഫ്റ്റി വെൽഫെയർ മെഷേഴ്സൊക്കെ അതിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് വേജസ് 1936 മുതലുള്ളൊരു നിയമമാണ്. സമയത്തിന് വേജ് കൊടുക്കണം, അതുപോലെ തന്നെ വേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാക്സിമം ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിലാണുള്ളത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഉണ്ട്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ EPF എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ആ പ്രൊവിഡൻറ്റ് ഫണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ഒക്കെ അത്തരം നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. 1952 അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ ആക്ട് 1926 ഉണ്ട്. എന്താണ്, തൊഴിലാളികൾക്ക് കൂട്ടം കൂടാനും അവർക്ക് അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും ഒക്കെയുള്ള കളക്റ്റീവ് ബാർഗെയിങ്ങിനുള്ള റൈറ്റും രജിസ്ട്രേഷനും ഒക്കെയുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ഉണ്ട്. കോമ്പൻസേഷൻ ഫോർ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറികൾ ഉണ്ടാവുക, അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ എങ്ങനെ പരിഹാരം ചെയ്യണം എന്നുള്ള നിയമമാണ് ഈ പറയുന്ന വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലേബർ ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കകത്ത് നിലവിലുള്ള നിയമങ്ങളെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയാൽ മൂന്നാമത്തെ ചോദ്യമാണ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ വേ ടു പ്രൊക്യൂർ ലോങ് ടേം ഫണ്ട്സ്. ഡിസ്കസ് ദി സ്റ്റേറ്റ്മെൻറ്റ് വൈൽ എലാബറേറ്റിംഗ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ. ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചാണ് നമ്മളുടെ ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഡെഫിനിഷൻ: പ്ലാറ്റ്ഫോം ഫോർ അല്ലെങ്കിൽ റേസിങ് ലോങ് ടേം ഫണ്ട് ത്രൂ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ദീർഘകാല പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. പ്രാഥമികമായി രണ്ട് രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ട്. പ്രൈമറി മാർക്കറ്റും ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റും ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ സെക്യൂരിറ്റീസ്, ന്യൂ ഷെയർസ്, ന്യൂ ബോണ്ടുകളെല്ലാം ഇഷ്യൂ ചെയ്യുന്ന സ്ഥലമാണ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസും ബോണ്ടുകളൊക്കെ പരസ്പരം ക്രയവിക്രയങ്ങൾ, ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം. ഇത് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് മൊബിലൈസസ് സേവിങ് ആൻഡ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫണ്ട് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. സമൂഹത്തിലുള്ള കുറേ ആൾക്കാരുടെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ, എങ്ങനെയാണ് ഈ ക്യാപിറ്റലിനെ അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി മാർക്കറ്റിലുള്ള ഈ ഇഷ്യൂ നടക്കുക എന്നുള്ളതാണ്. അതായത് ആൾക്കാരിൽ നിന്ന് എങ്ങനെയാണ് പൈസ നേരിട്ട് പിരിക്കാൻ സാധിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ എന്നുള്ളതാണ്. IPO അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നുള്ളതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നതാണ്. അതായത് ഓൾറെഡി ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് ഒരു സവിശേഷമായ അധികാരം, അവകാശം കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ഓഫർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ അതൊരു റേഷ്യോയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിലുണ്ട്. അതായത് ഒരു കമ്പനിക്ക് ഫണ്ട് പിരിക്കണം, പക്ഷേ പബ്ലിക്കിന് മൊത്തം കൊടുക്കാൻ താല്പര്യമില്ല, ഒരു സെലക്റ്റഡ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ കൊടുക്കാൻ താല്പര്യമുള്ളൂ. അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിലേക്ക് വിളിക്കുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. ആൻഡ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയർസാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽസ് ഉണ്ട്. സെയിൽസ് ബൈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും അത് ഓഫർ കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഷെയർ ഫണ്ട് ആവശ്യമുണ്ട്, അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഒരു പ്രത്യേക അനുപാതത്തിലും മറ്റും ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് എന്നുള്ള വിളിക്കുന്നത്. ടു സ്പെസിഫിക് പാർട്ടീസിനായിരിക്കും അത് കൊടുക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അങ്ങനെയൊക്കെ ആയിരിക്കും അത് കൊടുക്കുന്നുണ്ടാവുക. ഇതൊക്കെ ഈ മെത്തേഡിലൂടെയൊക്കെയാണ് സാധാരണ എന്ത് ചെയ്യാൻ സാധിക്കുക, നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കോർപ്പറേറ്റ് ടേക്ക് ഓവേഴ്സ്? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സെബി ഇൻ റെഗുലേറ്റിംഗ് സച്ച് ടേക്ക് ഓവേഴ്സ്. എന്താണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ വാങ്ങിക്കുക, ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെബിയുടെ റോൾ അതിനകത്ത് എന്താണ്? അപ്പോൾ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ടേക്ക് ഓവർ, അക്വിസിഷൻ ഓഫ് കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതായത് 25% മുകളിലോ ഷെയർസ് എന്ത് ചെയ്യുക, വൺ കമ്പനി ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ ടേക്ക് ഓവർ എന്നുള്ള അർത്ഥത്തിലേക്ക് വിളിക്കുന്നത്, അല്ലെങ്കിൽ അക്വിസിഷൻ എന്നുള്ള അർത്ഥത്തിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇത് 2-3 രീതിയിൽ ടേക്ക് ഓവറുകളുണ്ട്. ഫ്രണ്ട്ലി ടേക്ക് ഓവർ ഉണ്ട്, ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ഉണ്ട്, ആൻഡ് റിവേഴ്സ് ടേക്ക് ഓവർ ഉണ്ട്. ഫ്രണ്ട്ലി ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ വൺ കമ്പനി ആൻഡ് അനദർ കമ്പനി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എ കമ്പനി ബി കമ്പനിയുടെ 25%-ലധികം ഷെയർ വാങ്ങിക്കുന്നു. ഓക്കെ, അതാണ് ഫ്രണ്ട്ലി ടേക്ക് ഓവർ, അവരുടെ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ഹോസ്റ്റൈൽ അഗ്രിമെൻറ്റ് ഉണ്ടാവും, അഗെയിൻസ്റ്റ് ദ വിഷസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിന് താല്പര്യങ്ങളും വേറെ താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ ആ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മറ്റൊരു കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ്, 25%-ലധികം ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് നമുക്ക് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്ന് വിളിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ റിവേഴ്സ് ടേക്ക് ഓവർ ഉണ്ട്. ഒരു പ്രൈവറ്റ്
പ്രൈവറ്റ് കമ്പനി അക്വേഴ്സ് പബ്ലിക് കമ്പനി ആയിട്ടുള്ള ഒന്നിനെ. അതായത് നമ്മുടെ രാജ്യത്ത് പബ്ലിക് കമ്പനിയുണ്ട്, പ്രൈവറ്റ് കമ്പനിയുണ്ട്. അപ്പോൾ ഇതിലെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യും? പബ്ലിക് കമ്പനിയെ, ഗവൺമെൻറ് എൻ്റർപ്രൈസസിനെ എന്താണ് ടേക്ക് ഓവർ ചെയ്യുന്നതിന്, അതിൻ്റെ ഷെയർസ് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് ടേക്ക് ഓവർ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത സെബിയുടെ റോൾ എന്താണ് ഇതിനകത്ത് എന്നുള്ളതാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഒരു കമ്പനിയുടെ ഫണ്ട് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പെക്സ് ബോഡി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സെബി സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ആൻഡ് ഷെയർ ടേക്ക് ഓവർ റെഗുലേഷൻസ് 2011. അങ്ങനെ ഒരു പ്രത്യേക നിയമം തന്നെ സെബി എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടേക്ക് ഓവർ ചെയ്യുക, എങ്ങനെയാണ് അക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് എന്ത് വേണം? ഒരു ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് വേണം. ഡീറ്റെയിൽഡ് ഡിസ്ക്ലോഷർ PAR ആൻഡ് കണ്ടിന്യൂസ് ഡിസ്ക്ലോഷർ വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ ഒരു രീതി, അതിനെ സംബന്ധിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്ലോഷർ റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുള്ളതാണ്. ആൻഡ് ഓപ്പൺ ഓഫർ മിനിമം 26% ടു പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യാനുള്ള ഒരു കാര്യം ഒരു കമ്പനി ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് അതിൻ്റെ ടേക്ക് ഓവറിന് നമുക്ക് പോസിബിളാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുക. ആൻഡ് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ ടേക്ക് ഓവറിന് താല്പര്യമില്ലാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ എ കമ്പനി, അതിൻ്റെ ഷെയർ ഹോൾഡറാണ് ഞാൻ. ഒരു ബി കമ്പനി എന്ത് ചെയ്യുന്നു? ഇതിനെ ടേക്ക് ഓവർ ചെയ്യുന്നു. അപ്പം ഞാൻ പിന്നീട് എന്തായി മാറും? ബി കമ്പനിയുടെ ഷെയർ ഹോൾഡറായി മാറും. പക്ഷേ എനിക്ക് ബി കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എ കമ്പനിയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടണം? കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടണം. അതുപോലെ തന്നെ എനിക്ക് കോമ്പൻസേഷനും കാര്യങ്ങളും കിട്ടണം. എനിക്ക് ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനെയാണ് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. കുറച്ച് ആൾക്കാർക്ക് ഇതിൽ താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഫെയർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ടൈംലിനെസ്, കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ടൈമിൻ്റെ അകത്ത് വേണം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അതുപോലെ തന്നെ ഇൻഷുറൻസ് ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഫെയർ പ്ലേ ലേലം വിളിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന് ഒരു ഹിഡൻ അജണ്ട ഇല്ലാതെ വേണം മുന്നോട്ട് പോകാൻ. ആ കാര്യങ്ങളൊക്കെ സെബി നോക്കും. സെബിക്ക് അങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫൈനും അതുപോലെയുള്ള ലീഗൽ റെമഡീസ് നേരിടേണ്ടി വരും ഈ രണ്ട് കമ്പനികളും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 5ാമത്തെ ചോദ്യമാണ്. പക്ഷേ 5ാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ചോദ്യങ്ങളുണ്ട്. A and B ഉണ്ട്. A എന്ന് പറയുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ എക്കണോമിക് കോണ്ടെക്സ്റ്റ്. രണ്ടാമത്തെ ദ കോൺട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് സെക്ടർ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതായത് റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ ചോദ്യം. പിന്നീട് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ സംബന്ധിച്ചാണ്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ എക്കണോമിക് ഗ്രോത്ത് എന്താണ്? റൂറൽ ഡെവലപ്മെൻറ്റ് എക്കണോമിക് ഗ്രോത്തിന് എങ്ങനെയാണ് സഹായിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഇന്ത്യയിലെ ഏകദേശം 60-70% ആൾക്കാർ ജീവിക്കുന്നത് റൂറൽ ഏരിയയിലാണ്. അതുകൊണ്ട് അവരുടെ മെച്ചപ്പെടൽ എന്ന് പറയുന്നതായിരിക്കും സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ മെച്ചപ്പെടലായിട്ട് വരിക. കാരണം എന്താണ്? ഇന്ത്യയുടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന റൂറൽ ഏരിയയിലുള്ള പോപ്പുലേഷനാണ്. ആൻഡ് കീ പ്രോഗ്രാംസ് ഉണ്ട്. അവരുടെ എംപവർമെൻറ്റിന് വേണ്ടി കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് വിളിക്കുന്നത്. മിനിമം 100 ദിവസം ഒരു വർഷത്തിൽ അവർക്ക് എന്ത് കൊടുക്കുക? എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. 2004 ശേഷമുള്ള UPAയുടെ സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ PMGSY, ഇത് റൂറൽ റോഡ് കണക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സടക്ക് യോജനയുമായിട്ട്, ഗ്രാമീൺ സടക്ക് യോജനയുമായിട്ട്, പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഡെവലപ്മെൻറ്റൽ ആസ്പെക്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, അത് ഗ്രീൻ റവല്യൂഷനിലൂടെയും വൈറ്റ് റവല്യൂഷനിലൂടെയും കൂട്ടാനും അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് ഉൾപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജോബ്സ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആയിട്ടുള്ള സർവീസസ്. കാരണം ഈ 70% ആൾക്കാരും അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് ആശ്രയിക്കുന്നത് അഗ്രികൾച്ചറോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ ആയതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമുകൾ ഇന്ത്യക്കകത്ത് കൊണ്ടുവരാനുള്ള കാരണം. അതുപോലെ തന്നെ മാർക്കറ്റ് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. ന്യൂ മാർക്കറ്റ് ഫോർ കൺസ്യൂമർ ഗുഡ്സ്, അതായത് ഈ റൂറൽ മാർക്കറ്റിലേക്ക് കൺസ്യൂമർ ഗുഡ്സ് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റൂറൽ ഏരിയയിലൊക്കെ വരുന്നത്, പുതിയ കച്ചവട സാധനങ്ങളും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് നല്ല റോഡുകളും പാലങ്ങളും കണക്ടിവിറ്റി ഉണ്ടാകും. അങ്ങനെ ആ കണക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ബിസിനസ് എന്ന് പറയുന്നത് കൂടുതൽ സുഗമമാകും. അങ്ങനെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് റെഡ്യൂസസ് മൈഗ്രേഷൻ, അതായത് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സംവിധാനത്തെ കുറച്ചുകൊണ്ട് ഈ പറയുന്ന മൈഗ്രേഷൻ നടത്താതെ തന്നെ റൂറലിൽ നിന്ന് അർബനിലേക്ക് പോകാനും തിരിച്ചു വരാനൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൂട്ടുക എന്ന് പറയുന്ന അജണ്ടകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. അതുപോലെ തന്നെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാഷണൽ ഗ്യാരണ്ടി ആക്ട്, എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ഒക്കെ ഇന്ത്യക്കകത്ത് നിലവിൽ വന്നത് എന്നുള്ളതാണ്.
അടുത്ത അതിൻ്റെ ബി പാർട്ടാണ് പബ്ലിക് സെക്ടറിൻ്റെ ഒരു റോൾ എന്താണെന്നുള്ളതാണ്. പബ്ലിക് സെക്ടറിൻ്റെ റോള് എന്ന് പറയുന്നത് എൻജിൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സിൻസ് ഇൻഡിപെൻഡൻസ്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ തന്നെ ഏത് ഏരിയകളിലൊക്കെയാണ് നമുക്ക് ഗുഡ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഉണ്ടാകേണ്ടത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്, അത് ഗവൺമെൻറ് തന്നെ ചെയ്യാമെന്നുള്ള ആലോചനയുടെ കൂടി ഭാഗമായിട്ടാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ വന്നത്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ മറ്റും ഗവൺമെൻറ് സെക്ടറിലുള്ള കമ്പനികൾ നിലവിൽ വരികയും അത് ഇന്ത്യക്ക് ഒരു ചാലക ശക്തിയായിട്ട്, ഇന്ത്യയുടെ ഗ്രോത്തിന് ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. കീ അച്ചീവ്മെൻറ്റുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ബിൽറ്റ് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. മാസീവ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അതിലൂടെ സാധിച്ചു. അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ കമ്പനികളിലൂടെ സാധിച്ചു. മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റെയിൽവേസ്, പവർ, അതായത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് സ്റ്റീല്, കോള്, ഈ മേഖലയിലൊക്കെയുള്ള പുതിയ കച്ചവട സാധ്യതകൾ കണ്ടെത്താൻ ഈ പറയുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് സാധിച്ചു. അതുപോലെ തന്നെ മില്യൺ ഓഫ് ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനും സാധിച്ചു. ഒരു റീജിയണലായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള റീജിയണൽ ബാലൻസ്ഡ് ഗ്രോത്ത് സംഭവിക്കാനും സാധിച്ചു. അത് പ്രധാനപ്പെട്ട ഏരിയകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ബിസിനസ് പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഏതെങ്കിലും ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ വിവിധ ഭാഗങ്ങളിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ് നടത്തുന്നതായതുകൊണ്ട് വിവിധ ഭാഗങ്ങൾ ചൂസ് ചെയ്ത് അവിടെയൊക്കെ തുടങ്ങാനും അതുവഴി ആ റീജിയനിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യാതെ അത് സ്വന്തമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും അതിൽ ഒരു പരിധിവരെ നമ്മൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് നന്നായിട്ട് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കാൻ നമുക്ക് സഹായിച്ചു. അതുപോലെ തന്നെ കമാൻഡിങ് ഹൈറ്റ്സ്, അതായത് കൺട്രോൾ ഓവർ സ്ട്രാറ്റജിക് സെക്ടർ, അതായത് നമ്മളുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാജ്യത്തിൻ്റെ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാവും. അതെന്തൊക്കെയായിരിക്കും? ചിലപ്പോൾ കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് പെട്രോളിയം നമുക്കില്ല, അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റി പോലെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൺട്രോൾ ഗവൺമെൻറ് സെക്ടർ തന്നെ ചെയ്യുന്നത് കൊണ്ട് അവിടെ പ്രോഫിറ്റൈസേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതെ എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ട് അത് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് പബ്ലിക് സെക്ടർ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് ഒരുപാട് സഹായിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആറാമത്തെ ചോദ്യം മിസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യം, എലാബറേറ്റ് ദ റോൾ ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ NSIC ആൻഡ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. അതിന് വേറൊരു പാർട്ടും കൂടി ഉണ്ട്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇൻ എക്കണോമിക് പ്രോസ്പെരിറ്റി ഓഫ് നാഷൻ. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അതുപോലെ തന്നെ NSICയും സിഡ്ബിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ NSIS എന്ന് പറയുന്നത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനാണ്. ഇത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അസിസ്റ്റൻസ് ആണ് ചെയ്യുക. എക്സ്പോർട്ട് അസിസ്റ്റൻസ് ആൻഡ് ഡൊമസ്റ്റിക്, നമ്മുടെ മാർക്കറ്റിലും വിദേശ മാർക്കറ്റിലും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രൊക്യൂർമെൻ്റ് ഉണ്ട്, റിസർവ് ഐറ്റംസ് ഫോർ SSI സെക്ടർ ആൻഡ് ടെക്നോളജി അപ്ഗ്രേഡേഷനുള്ള കാര്യങ്ങൾ സഹായിക്കും, മോഡേണൈസേഷൻ ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ ടെൻഡർ പാർട്ടിസിപ്പേഷൻ, സിംഗിൾ പോയിൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ടെൻഡർ പാർട്ടിസിപ്പേഷനുള്ള സൗകര്യങ്ങളും ഈ പറയുന്ന NSIC കൊണ്ട് നമുക്ക് സാധ്യമാണ് എന്നുള്ളതാണ്. സിഡ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കാണ്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന IDBIയുടെ ഒരു സബ്സിഡറി ആയിട്ടാണ് തുടങ്ങിയത്. പിന്നീട് അതിന് വേറെ ബാങ്കുകൾ സ്വതന്ത്ര ബാങ്കായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഡയറക്റ്റ് ഫിനാൻസ് ആണ്, ലോൺസ് ആൻഡ് അസിസ്റ്റൻസ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ആൻഡ് റീഫിനാൻസ് സപ്പോർട്ട് കൊടുക്കും, അസിസ്റ്റൻസ് ടു ബാങ്ക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് സാധാരണ ബാങ്കിന് ഇത്തരം ഇപ്പോൾ SBIക്ക് അല്ലെങ്കിൽ HDFCക്ക് അല്ലെങ്കിൽ കാനറ ബാങ്കിന് ഈ പറയുന്ന SSIകൾക്ക് ലോൺ കൊടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലോണുകൾ റീഫിനാൻസ് ചെയ്യുന്ന പരിപാടിയും സിഡ്ബി ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ SSIകൾക്ക് കൊടുക്കുക എന്നുള്ള സംവിധാനവും ഈ പറയുന്ന സിഡ്ബിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്, അതായത് ട്രെയിനിങ് കൊടുക്കുക, അഡ്വൈസറി കൊടുക്കുക ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനത്തെ കാര്യങ്ങളും സിഡ്ബി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. റെക്കോർഡ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ വൺ നാഷൻ ആൻഡ് അനദർ നാഷൻ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഉണ്ടാവുക, റെക്കോർഡ് ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷൻ നമുക്ക് 3 അക്കൗണ്ടുകളായിട്ടാണ് സാധാരണ ട്രാൻസാക്റ്റ് ചെയ്യുക. പ്രധാനമായിട്ട് 2 അക്കൗണ്ടുകളാണ്, ഒന്ന് കറൻറ്റ് അക്കൗണ്ട്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ ഒന്നുകൂടി ഉണ്ടാവും, അത് റിസർവ് അക്കൗണ്ട് എന്നുള്ളതാണ് പറയുക. കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് നടത്തുന്ന
ട്രേഡ് അതുപോലെ തന്നെ ഗിഫ്റ്റ് അങ്ങനെയുള്ള എന്താണ് ട്രാൻസാക്ഷൻസ് ആണ് രേഖപ്പെടുത്തുക. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോങ് ടേം ഫണ്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലേക്കായിരിക്കും അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവുക. അത് ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, പലപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവുക. അത് എക്കണോമിക് ഹെൽത്ത് ഇൻഡിക്കേറ്ററാണ്. സർപ്ലസ് ഡെഫിസിറ്റ് സ്റ്റാറ്റസിലൂടെയാണ് അത് കാണിക്കാറ്. അതായത് നമ്മളുടെ രാജ്യം കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് എന്തായിരിക്കും, സർപ്ലസ് ആയിരിക്കും. കൂടുതൽ ഇമ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഡെഫിസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് പോളിസി ഫോർമുലേഷൻ ഗീവ്സ് മോണിറ്ററി ഫിസിക്കൽ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സ്വാധീനിക്കും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിനെയും ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കാര്യമായിട്ട് സ്വാധീനിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യം. ഓക്കെ, നമ്മൾ നേരത്തെ മിസ് ചെയ്തു പോയ ചോദ്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയതാണ്. ഓക്കെ, 6ാമത്തെ ചോദ്യം. അതിന് 2 ഭാഗങ്ങളുണ്ട്. എക്സ്പ്ലെയിൻ ദ ടേം ഫോറിൻ ക്യാപിറ്റൽ വൈ ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ഇന്ത്യ. രണ്ടാമത്തെ ട്രെൻഡ്സ് ഇൻ FDI, ഇന്ത്യക്കകത്തുള്ള FDIയുടെ ട്രെൻഡ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫോറിൻ കറൻസി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ സോഴ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ ഫോറിൻ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നു. ക്യാപിറ്റൽ ഫ്ലോയിങ് ഇൻ ടു ഇന്ത്യ ഫ്രം ഫോറിൻ സോഴ്സസ് ത്രൂ FDI, FII ആൻഡ് നോൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഡെപ്പോസിറ്റ് എക്സെട്ര. അതായത് നമ്മുടെ രാജ്യത്തേക്ക് വിദേശ രാജ്യത്ത് നിന്നും പൈസ വരുന്നതിനെ, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോറിൻ ക്യാപിറ്റൽ എന്നുള്ള അർത്ഥത്തിലേക്ക് വിളിക്കുക. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അത് ആവശ്യമായിട്ട് വരുന്നത്? കാരണം ഇന്ത്യയിലുള്ള ആൾക്കാരുടെ സമ്പത്ത് കൊണ്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനുള്ള പൈസ സ്വരുക്കൂട്ടാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് പൈസ വേണം. എന്ത്? ബ്രിഡ്ജ് ദ സേവിങ് ഗ്യാപ്പ്. അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ, മോഡേൺ ടെക്നോളജി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അത് ആവശ്യമാണ്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇത്തരത്തിൽ ഫണ്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്കിത് ആവശ്യമാണ്. കാരണം ഇങ്ങോട്ട് ഫണ്ട് വരുമ്പോൾ എന്തായിരിക്കും നമുക്കുണ്ടാവുക? സ്വാഭാവികമായിട്ട് നമ്മളെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസിലേക്ക് പോകും എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇനി FDIയുടെ ട്രെൻഡ് എങ്ങനെയാണ്? 1991 മുന്നാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്താൻ വളരെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ 1991 ന്യൂ എക്കണോമിക് റിഫോംസിന് ശേഷം എന്തുണ്ടായി? അതിനെ ലിബറലൈസ് ചെയ്തു. മാത്രമല്ല ഓട്ടോമാറ്റിക് റൂട്ടാക്കി. ഏകദേശം 100% FDI പോസിബിളാണ് റെസ്ട്രിക്റ്റ് ചെയ്യാത്ത മേഖലകളിൽ എന്നുള്ളതാണ്. കീ സെക്ടർ അട്രാക്റ്റിംഗ് FDI ഏതൊക്കെ മേഖലകളാണ്? സർവീസസ് മേഖലയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ടെലി കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട്. മേജർ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA, അതുപോലെ തന്നെ UK, നെതർലാൻഡ്സ്, ജർമ്മനി, സിംഗപ്പൂർ, ജപ്പാൻ മുതലായ രാജ്യങ്ങളാണ് നമ്മളുടെ രാജ്യത്തേക്ക് എന്ത് ചെയ്യുന്നത്? FDI എന്നുള്ള അർത്ഥത്തിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് നോട്ടാണ്. 8ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. അതിൽ 2 എഴുതുക എന്നുള്ളതാണ് സാധാരണത്തെ രീതി വരുന്നത്. ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് 2. ഓക്കെ, അപ്പോൾ 4 തന്നിട്ടുണ്ട്. കൺസ്യൂമറിസം, ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ 4 കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് പ്രൊട്ടക്റ്റിംഗ് കൺസ്യൂമർ റൈറ്റ്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കൺസ്യൂമറിസം എന്ന് വിളിക്കുന്നത്. അതെന്തൊക്കെയാണ് ആ റൈറ്റുകൾ? റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫോംഡ്, റൈറ്റ് ടു ചോയ്സ് ആൻഡ് റൈറ്റ് ടു റിഡ്രസൽ എന്നൊക്കെ പറയുന്നതാണ്. ഇതിനൊരു ലീഗൽ ഫ്രെയിംവർക്ക് 1986 വന്നു. പിന്നീട് 2019 പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. റിഡ്രസൽ അതിന് 2-3 രീതിയിലുണ്ട്. നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ അത് റിഡ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ, ഇല്ലെങ്കിൽ നാഷണൽ ലെവലിൽ. ഇതെല്ലാം കൺസ്യൂമർ റിഡ്രസൽ ഫോറംസിലൂടെയാണ് സാധാരണ നമ്മൾ നടത്തുക. ഇനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാൽ എന്താണ് എന്നുള്ളതാണ്. അതായത് ഒരു സ്ഥാപനം, ബിസിനസ് സ്ഥാപനം ഒരു സമൂഹത്തിൽ ആണുള്ളത്. അതുകൊണ്ട് ആ സമൂഹത്തിലുള്ള റിസോഴ്സാണ് ആ ബിസിനസ് സ്ഥാപനം ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ആ സമൂഹത്തിനോട് ആ ബിസിനസ്സിന് എന്തുണ്ട്? ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആശയം ബിസിനസ്സിൽ വന്നിട്ടുള്ളത്. ഇതിന് എക്കണോമിക് ആയിട്ടുള്ള ചില വശങ്ങളുണ്ട്, ലീഗലായിട്ടുള്ള വശങ്ങളുണ്ട്, എത്തിക്കലായിട്ടുള്ള വശങ്ങളുണ്ട്, ആൻഡ് ഫിലന്ത്രോഫിക്കൽ ചാരിറ്റി പരമായിട്ടുള്ള വശങ്ങളുണ്ട്. എക്കണോമിക് പരമായിട്ടുള്ള വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതിൽ പൈസ മുടക്കിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതും ഒരു സമൂഹത്തിൽ
സമൂഹത്തിൽ ബിസിനസ് നിലനിൽക്കുന്ന രീതിയിലേക്ക് പെട്ടെന്ന് ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, നിലനിൽക്കുന്ന രീതിയിലേക്ക് ബിസിനസ് നടത്തുകയും വേണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ലീഗൽ കംപ്ലയിൻസ് ആണ്. ഇപ്പോൾ 2013 നമ്മളുടെ കോർപ്പറേറ്റ് ആക്ടിലൊക്കെ, കമ്പനീസ് ആക്ടിലൊക്കെ ഇത് നിയമമായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു എത്തിക്കൽ പ്രാക്ടീസും കൂടിയാണ്. അതായത് ഒരു നല്ല ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും നല്ല രീതിയിൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അത് തൊഴിലാളികളോട് നല്ലത് ചെയ്യണം, കൺസ്യൂമേഴ്സിനോട് നല്ലത് ചെയ്യണം, ഓണേഴ്സിനോട് നല്ലത് ചെയ്യണം, ചുറ്റുപാടുള്ള സമൂഹത്തോട് നല്ലത് ചെയ്യണം. ആ രീതിയിലേക്കുള്ള ഒരു എത്തിക്കൽ കോൺസെപ്റ്റിലാണ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് ഹോണസ്റ്റി എന്നുള്ളതിൻ്റെ പെർസ്പെക്റ്റീവിലാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഫിലന്തോഫിക്കലായിട്ടുള്ള കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. സമൂഹത്തിൽ നിന്നാണ് നമ്മൾ റിസോഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കമ്പനി എന്ത് ചെയ്യണം, ആ സമൂഹത്തിലേക്ക് തിരിച്ച് നല്ല രീതിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യണം, അവരുടെ പ്രോബ്ലംസിനെ മാറ്റാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ചാരിറ്റി പർപ്പസിൽ, ഫിലന്ത്രോഫിക്കലായിട്ടുള്ള പർപ്പസും ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഉണ്ട്. അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനി എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അക്കൗണ്ടബിലിറ്റിയുടെയും ട്രാൻസ്പെറൻസിയുടെയും അതുപോലെ തന്നെ ഫെയർനെസ്സിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്, ഷെയർ ഹോൾഡേഴ്സ് മാനേജ്മെൻറ്റ്, അത് രണ്ടും ശരിക്കും ഡിഫറൻ്റ് ആണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ചെയ്യാവൂ, അല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. റെഗുലേഷൻ ഓഫ് SB ഗൈഡ് ലൈൻ ആൻഡ് ക്ലോസ് 49 പ്രകാരമാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടുന്നത്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും, സെബിക്ക് പോലും ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവേണൻസ് ശരിയായ രീതിയിലല്ല എന്നുള്ളത് കൊണ്ട് നടപടികൾ എടുക്കാൻ സാധിക്കും. അടുത്തത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, കച്ചവടം ചെയ്യുന്ന സമയത്ത് തൊഴിലാളികളോടാണെന്നുണ്ടെങ്കിലും സപ്ലൈസിനോടാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതി, പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പക്ക പെർഫെക്റ്റ് ആയിരുന്ന രീതിയിലായിരിക്കണം, പറ്റിക്കുന്ന രീതിയിലാകരുത്. മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല, ട്രാപ്പ് ചെയ്യാൻ പാടില്ല. പ്രൈസ് മാനിപ്പുലേഷൻ നടത്തിയിട്ടോ പൂത്തിവെപ്പ് നടത്തിയിട്ടോ നമ്മൾ എന്ത് ആക്കാൻ പാടില്ല, കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ പാടില്ല. അതുപോലെ തന്നെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് നടത്താൻ പാടില്ല. കമ്പനീസ് ആക്ട് 2002 കോമ്പറ്റീഷൻ ആക്ട് 2002 അകത്ത്, അതായത് MRTP ആക്ടിന് ശേഷം വന്നിട്ടുള്ളതാണ്, ഈ പറയുന്ന അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പ്രാക്ടീസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷന് പെനാൽറ്റികൾ അടക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം ഈ പറയുന്ന പോലെ തന്നെ 4 ഓപ്ഷൻസ് ഉണ്ട്. അത് അധികവും ഡിഫറൻഷിയേറ്റ് എന്നുള്ള ഒരു ഘടകമാണ് നമ്മൾ കാണാറുള്ളത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ്: ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ എക്കണോമിക് പ്ലാനിങ് ആൻഡ് സോഷ്യൽ എക്കണോമിക് പ്ലാനിങ്, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്ലാനിങ് ആൻഡ് ഫിസിക്കൽ പ്ലാനിങ് ആൻഡ് ട്രിപ്സ് ആൻഡ് ട്രിംസ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത any 2 എന്ന് പറഞ്ഞിട്ടില്ല. ഇതിലെ ABCD 4 എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവിങ് ഇൻറ്റേർണൽ റിസ്ട്രിക്ഷൻസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. നിയമങ്ങളെ എന്തു ചെയ്യുക എന്നുള്ളതാണ്, ഡീറെഗുലറൈസ് ചെയ്യുക. അതിനെ ലൈസൻസുകളുടെ എണ്ണമൊക്കെ കുറക്കുന്നതിനെയാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാലോ, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് വേൾഡ് എക്കണോമി ത്രൂ ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോ. അതായത് നമുക്ക് മറ്റെവിടെയും, ഏതു രാജ്യത്തും നമ്മളുടെ എവിടെയും കച്ചവടം ചെയ്യാനും ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനും ഹ്യൂമൻ ക്യാപിറ്റലിനെ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെയുള്ള, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെയുള്ള അവസരത്തെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓപ്പൺ എക്കണോമി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. ഫിസിക്കൽ ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ ഓഫ് ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ടാർഗറ്റ്. നമ്മൾ എത്രത്തോളം ആയിരിക്കണം നമ്മൾ ഫണ്ട് ഇത് സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഡാം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അലോക്കേഷൻ ഓഫ് ഫിസിക്കൽ റിസോഴ്സാണ്. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ടാർഗറ്റ്, എത്രത്തോളം പൈസ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ മെച്ചം, എത്രത്തോളം പണിയായി എന്നൊക്കെ ഉള്ളത് ഫിസിക്കലി പ്ലാൻ ചെയ്യുന്നതാണ്. സോഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, ആൾക്കാരുടെ ജീവിത സാഹചര്യത്തെ മാറ്റുന്ന രീതിയിലേക്ക്. ഇപ്പോൾ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഹെൽത്ത് കൊടുക്കുക, പോവർട്ടി മാറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിനെയാണ് സോഷ്യൽ പ്ലാനിംഗ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ട്രിപ്സ് ആൻഡ് ട്രിംസ്. ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇത് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സാണ് ട്രിംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രിപ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ വേൾഡിലെ രാജ്യങ്ങൾ എപ്രകാരമായിരിക്കണം ചെയ്യേണ്ടത് എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
WTOൻ്റെ ചില നിർദ്ദേശങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ട്രിംസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സാണ്. ഇത് ലോക്കൽ കണ്ടൻറ് റിക്വയർമെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റെഗുലേഷൻ, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഷേഴ്സ് എങ്ങനെയായിരിക്കണം, നമുക്ക് ലോക്കൽ കണ്ടൻറ് വേണമെന്ന് വാശി പിടിക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ട്രിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇൻഡസ്ട്രിയൽ വേഴ്സസ് ഫിസ്ക്കൽ പോളിസി. ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറഞ്ഞാൽ എക്കണോമിക് പോളിസിയുടെ ഒരു ഭാഗമാണ്. അത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻ, പ്രൊമോഷൻ, കൺട്രോൾ, ലൈസൻസിങ് പോലെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക. എന്നാൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ അതും എക്കണോമിക് പോളിസിയുടെ ഭാഗമാണ്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട്, എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബജറ്ററി മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യപേപ്പറിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.